ശരി, ഒരു സ്ത്രീക്കുണ്ടായ മാനഹാനിക്ക് അവർ കേസ് കൊടുത്ത ഒരു സംഭവമാണിത്. അവിടെയാണ് ആ തെറ്റിപ്പോൾ അങ്ങ് പൊറുക്കൂ എന്ന് താങ്കൾ പറയുന്നത്. ഷാബുവിന്റെ മറുപടി, അതിനുശേഷം ശ്രീജിത്ത് സോയയ്ക്കും ഇതിൽ മറുപടി നൽകാനുണ്ടാവും. ഷാബു. അല്ല മഞ്ജുഷേ, ഞാന് ഇതിൻ്റെ അതിപ്പം അതിന്റെ ഒരു സ്റ്റേജ് അങ്ങോട്ട് കഴിഞ്ഞു ഈ കേസിന്റെ. പക്ഷെ എന്നെ ആശങ്കപ്പെടുത്തുന്നത് സത്യത്തിൽ ഈ പറഞ്ഞ ഒന്നുമല്ല. ഈ ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ, അങ്ങനെ ഒരു വലിയ കൂട്ടം ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഈ കേരളത്തിൽ മുഴുവനും ഓൺലൈനിലും ഓഫ്ലൈനിലും കാട്ടിക്കൂട്ടുന്നത് കണ്ട് ആ ഒരു സംഭവം എന്നെ വല്ലാതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഈ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത്. കാര്യം ബോബി ചെമ്മണ്ണൂരിന്റെ ഈ ദയാർത്ഥ പ്രയോഗം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ അശ്ലീല പെരുമാറ്റം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊരു വ്യക്തിയല്ല, അതൊരു മനോഭാവത്തിന്റെ പ്രശ്നമാണത്. ഈ മനോഭാവം, ഇങ്ങനെയുള്ള മനോഭാവത്തിന് ഇത്ര വലിയ ഒരു സപ്പോർട്ട് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ രാജ്യത്ത് വേറെ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന്. ഇപ്പൊ രാഹുൽ ഈശ്വർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം ഈ ചാനലുകളിൽ വന്നിരുന്ന് അലറി വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇവിടെയും പറഞ്ഞാണ്, നോക്കൂ, നിങ്ങളുടെ ചാനലിൽ, നിങ്ങളുടെ ആ യൂട്യൂബ് ചാനലിൽ അടിയിൽ വരുന്ന കമന്റുകൾ ശ്രദ്ധിക്കൂ. കണ്ടില്ലേ, എനിക്കാണ് ഏറ്റവും വലിയ സപ്പോർട്ട്, ഞാനാണ് ശരി, ഇപ്പോഴും അങ്ങനെയാണ്. അതെ, സത്യത്തെ ഒരു കാര്യമുണ്ട്, ഞാൻ അതല്ല പറഞ്ഞത്, ശരിയാണല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ ഓൺലൈനിൽ കമന്റ് ചെയ്യുന്നതല്ലാത്ത വലിയൊരു നിശബ്ദമായ ഒരു വിഭാഗം കൂടി ഈ നാട്ടിലുണ്ട്. അവർ കമന്റ് ചെയ്യുന്നില്ല, അവർ പറയുന്നില്ല, അവർ വായ തുറക്കുന്നില്ല എന്നതിന്റെ അർത്ഥം ഇവർക്ക് അഭിപ്രായമില്ലെന്നോ ഇവർക്ക് സമീപനങ്ങളില്ലെന്നോ ഒന്നുമല്ല. അതിനു മുകളിൽ ഈ കൂടുതൽ ഈ പറഞ്ഞ പോലെ എന്താണ്, വോക്കൽ കോഡിന് കൂടുതൽ ശക്തിയുള്ളവൻ പറയുന്നത് ഇവരുടെ ഈ നിശബ്ദതയ്ക്ക് മുകളിൽ ഇങ്ങനെ മുഴങ്ങി നിൽക്കുമ്പോൾ അതാണ് ശരി എന്ന ഒരു പെർസെപ്ഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എവിടെ കിടക്കുന്നു, നമ്മുടെ ഈ കൊട്ടിഘോഷിക്കുന്ന ആ സാംസ്കാരിക പാരമ്പര്യവും പ്രബുദ്ധതയും ഒക്കെ എന്നുള്ളത് ആ യാഥാർത്ഥ്യമാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത്. ബോബി ചെമ്മണ്ണൂര് പറഞ്ഞു, അയാൾ പറഞ്ഞത് ശരിയല്ല എന്ന് പച്ചയ്ക്ക് തന്നെ കോടതി പറയുകയും ചെയ്തു. അതുപോലെ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നത് എന്തായിരുന്നു, ഇദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചു പോയപ്പം കോടതി കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടേ ഇല്ല എന്നാണ്. ഇതിൽ കൂടുതൽ എന്തോ മെറിറ്റിലേക്ക് കയറാനാണെന്ന്. അയാൾ പറഞ്ഞത് തെറ്റാണ്, അത് കാണുന്ന ആർക്കും അത് മനസ്സിലാകും. ആ സ്ത്രീയുടെ മാന്യത കൊണ്ട് മാത്രമാണ് അവർ മിണ്ടാതിരുന്നത്, മേലാൽ ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞേക്കരുത് എന്ന് വളരെ നല്ല ശുദ്ധമായ ഭാഷയിൽ ഒരു നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പരാമർശം വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അത് കേസിന്റെ മെറിറ്റിലേക്ക് കടന്നു കഴിഞ്ഞു. കേസിന്റെ മെറിറ്റ് ഉൾക്കൊണ്ട് തന്നെയാണ് കോടതിയിൽ നിന്ന് ആ രീതിയിൽ ഒരു നിരീക്ഷണം ഉണ്ടായത്, ആ ഒരു പരാമർശം ഉണ്ടായത്. പിന്നെ ഇപ്പൊ ഈ രാഹുൽ ഈശ്വർ സർവ ഡിബേറ്റിലും പറയുന്ന ഒരു ഇതുണ്ട്, ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറയും, എല്ലാ കാര്യത്തിലും മധ്യമാർഗം, മിഡിൽ മാർഗം, അതിന്റെ ആളാണ് അദ്ദേഹം. സത്യത്തില് ഈ മിഡിൽ പാത്ത് എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു കാപട്യം വേറെ ഇല്ല മഞ്ജുഷേ. ശരി അല്ലെങ്കിൽ തെറ്റ്, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു സാധനം ഇല്ല. ഒന്നുകിൽ ശരി അല്ലെങ്കിൽ തെറ്റ്, അത് തന്നെയുള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പം വലിയ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ വലിയൊരു എന്താണ് വർഗീയ ലഹള നടക്കുന്ന അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ താൽക്കാലികമായി ആ സിറ്റുവേഷൻ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയൊക്കെ ആൾക്കാർ മധ്യമാർഗം സ്വീകരിക്കുന്നതിന്റെ അകത്ത് തെറ്റൊന്നുമില്ല. പണിക്കർക്ക് പോകണം, അതുകൊണ്ടാണ് ശ്രീ